ഹായ് ഗൈസ്, വെൽക്കം ടു ഡബിൾ ബാരൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒറ്റയ്ക്കുള്ള എന്താ പറയണ്ടേ, ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ഇന്ന് നമ്മൾ ഈ 4 വിവിധ തരം ചെടികളാണ്. 1 2 വന്ന് ഒറ്റയ്ക്ക് ഇൻട്രോ പറയാൻ നോക്കിയതാണ്. ചാനലിന്റെ പേര് മറ്റു വേറെ ചാനൽ തുടങ്ങണം. ഞാൻ തുടങ്ങാൻ പോകാം. അത് തന്നെ സപ്പോർട്ട് ചെയ്തോണം. ഓക്കെ, 1 തെറ്റി, 2 തെറ്റി, 3 തെറ്റി, 4 തെറ്റി, 4 വിവിധ തരം തെറ്റികൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയായിരുന്നു മതി അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയായിരുന്നു. പിന്നെ 1 മണിക്കൂർക്ക് ഉണ്ട്. ഇതെല്ലാം ഒന്ന് നട്ട് വെക്കണം. അപ്പോൾ നമ്മൾ അതിനുള്ള ചെടിച്ചട്ടി ഉണ്ട് ഇവിടെ. 1 2 3 4, പിന്നെ അവിടെ ഇടണം. 5 ചെടിച്ചട്ടി ഉണ്ട്. ഇത് 4 ആക്കണം. ഇന്നത്തെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണണം. അതിന് മുന്നേ നിങ്ങൾക്ക് ഞങ്ങൾ വലിയ പൂന്തോട്ടം കാണും. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ചെറിയ മിറ്റമാണെങ്കിലും വലിയ പൂന്തോട്ടമുണ്ട്. ഞാൻ പരിചയപ്പെട്ടത് ആദ്യം തന്നെ റോസ കണ്ടോ, ഞങ്ങളുടെ റോസ കണ്ടോ. പിന്നെ ഇത് പേരറിയാത്ത ഏതോ ഒരു ചെടി, മണ്ടയ്ക്ക് ചുമക്കും താഴെ പച്ചിക്കും. ഇതേ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആണെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. ഇത് വേറെ എന്തോ പേര്. പിന്നെ ഇത് കണ്ട കാന്താരി പോലെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ പേര് ഭയങ്കര വെറൈറ്റിയാണ്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ, അങ്ങനെയൊക്കെ ഭയങ്കര പാശ്ചാത്യ ടൈപ്പിലെ പേര്. ഇതെന്തോ ചീരയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ചീരയല്ല, വേറെ എന്തോ സാധനം. ഇതിൻ്റെ പേരാണ് മുല്ല. പിന്നെ ആർക്കും പരിചയപ്പെടുത്തില്ല. ഇതാണ് റോസാപ്പൂ ഇല്ലാത്ത റോസ. അതിൻ്റെ കമ്പ് മാത്രം വളർന്ന് പന്തടിച്ച് നിന്നാലും അയ്യോ കൈ കൊണ്ട് ചെറിയ മുള്ളുണ്ട്. പിന്നെ ഇതാണ് മൊസാണ്ട. ഞങ്ങളുടെ മൊസാണ്ട കണ്ടോ. ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. ഞാൻ ദൂരം കാണിക്കാം. കണ്ടോ ഞങ്ങളുടെ ഗാർഡൻ കണ്ടോ. ഇതാണ് ഞങ്ങളുടെ വലിയ ഗാർഡൻ. ഞാൻ കുറച്ച് പൊരിപ്പിച്ച് പറയുന്നേ ഉള്ളൂ. ഇനി വലിയൊരു പണി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മൊത്തം മണ്ണ് നിറയ്ക്കണം. അത് വലിയൊരു കടമ്പയാണ്. കലപ്പ ഏന്തിയ കർഷകൻ. ഇതാണല്ലേ കലപ്പ ഏന്തിയ കർഷകൻ. കലപ്പയല്ലേ, തൂമ്പയെങ്കിൽ തൂമ്പ. ഈ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാമ്പ് അടിക്കട്ടെ. പിന്നെ നീ ഫേമസാ. ഇങ്ങനെങ്കിലും നമ്മൾ പണിയെടുക്കുന്നുണ്ട് നാട്ടുകാരറിയട്ടെ. കളക്കി കഴിക്കടാരി. ഞാൻ കിളയ്ക്കാമെന്ന് പറഞ്ഞു അവനോട്. കിളയ്ക്കാമെന്നല്ല മണ്ണെടുക്കാമെന്ന്. പിന്നെ എനിക്ക് പനി ആയതുകൊണ്ട് അവൻ പറഞ്ഞു വേണ്ട. നീ തന്നെ. എനിക്ക് ഇച്ചിരി വയ്യാഴിക ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഈ വീഡിയോ ആരെടുക്കും? അങ്ങനെയുള്ള പരിഗണനയൊക്കെ താ. അല്ല, എനിക്കൊരു ഐഡിയ. അടുത്ത് നമ്മുടെ വീഡിയോ ഒരു വേസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആക്കിയാലോ? ഇവിടെ തന്നെ 2 കുഴി കുത്തുക, വേസ്റ്റ് കൊണ്ട് ഇടുക, മൂടുക. അതൊക്കെ ആര് നോക്കുന്നു? ഇതൊന്നും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി വരെ പറയുന്നുണ്ട്, എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയമുണ്ട്. അവിടെ വെല്ലോൻ്റെ പറമ്പ് എന്നൊന്നും ഇല്ല. മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിനർത്ഥം അതിന് ശൗചാലയം ഉണ്ടാക്കണമെന്നൊന്നുമല്ല. നീ എവിടെ നിന്ന് വന്നത്? നീ കിളക്കി കേട്ടോ. അപ്പോൾ കർഷകൻ എന്ന നിലയ്ക്ക് നിനക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടോ? വിരയിടുന്നതിന് അതിന് വളം പ്രത്യേകം നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ വിരയിടുന്നു? നാച്ചുറൽ വളം. അപ്പോൾ വിര കിട്ടിയില്ലെങ്കിലോ? തമാശയാക്കാണ്. വല്ലവൻ്റെയും പറമ്പിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള കുഴപ്പമല്ലേ? ആ പറമ്പിൽ നിന്ന് മണ്ണ് വാരി നമുക്ക് കൃഷി ചെയ്യാം. എന്നാലും ആ പറമ്പിൽ നിന്നല്ലേ നീ മണ്ണെടുത്ത്? 2 നിലപാടുള്ള വ്യക്തികളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്റർലോക്ക് കഴിച്ചിട്ട് കുത്തിപ്പൊടിച്ചിട്ടെടുക്കണം. 2 നിലപാട് അതിനൊക്കെ ഇത് ഇഷ്ടമല്ല. ഡോണ്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെ നമ്മുടെ 5 ചട്ടിയിലും മണ്ണ് നിറച്ചു. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വളം ഇട്ട് കൊടുക്കുക. ഇത് ഈ വളം ഇട്ടിട്ട് മിക്സ് ചെയ്യണ്ടേ ഫുള്ള്? എന്നാൽ നീ മിക്സി. എല്ലാം നിൻ്റെ ജോലിയാണ്. ഞാനിന്ന് വീഡിയോ മാത്രമേ എടുക്കത്തുള്ളൂ. ഈ വളം ഇട്ടാൽ മതി, എന്നെ അടിക്കാൻ നിൽക്കണ്ട കേട്ടാ. എന്ത് രസമല്ലേ? ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന കർഷകരൊക്കെ ഉണ്ടെങ്കിൽ, എന്തോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന കർഷകരൊക്കെ കാണുന്നുണ്ടെങ്കിൽ വിളിക്കണം. നീ അത് കേൾക്കണം. ഞാൻ വീഡിയോഗ്രാഫർ മാത്രമാണ്. എന്നെ വിളിക്കരുത്, ഇവനെ മാത്രമേ വിളിക്കാവൂ. കമൻറ്റ് വായിക്കുന്നൊരു പൊന്നുമോൻ. ഇവൻ പറയുന്ന കേട്ട് നിങ്ങളാരും വിശ്വസിക്കരുത്.
ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ പരക്കെയുള്ള ഒരു ആക്ഷേപം, ഞാൻ ഈ വീട്ടിൽ പണിയെടുക്കുന്നില്ല. ഇപ്പം കൂടെ എനിക്ക് പനി പിടിച്ചിട്ട് ഞാൻ ഈ വീട് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് ഇവൻ്റെ കൂടി വീഡിയോ എടുക്കാൻ വരുന്നു. എന്നിട്ട് അതിന് നന്ദി ഇവ കാണിച്ചില്ല, പോട്ടെ പറയാണ്ടിരുന്നൂടെ. ഞാൻ ഇച്ചിരി സമാധാനശീലനായതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. വിശാല മനസ്കനായ ആശാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മണ്ണ് നിറച്ചിട്ടുണ്ട്, ഇതിനകത്ത് മൊത്തം കല്ലല്ലേ, പിന്നെ എങ്ങനെ? അതാ പറയുന്ന മണ്ണ് വാരിയിട്ട് അരിച്ചിട്ടാണോ? എനിക്ക് പനിയാ, ഞാൻ ചെയ്യത്തില്ല. ഞാനിത് നിറച്ച് കല്ല, കരിങ്കല്ല. എനിക്ക് പനിയാ, ഞാൻ ചെയ്യത്തില്ല. വീഡിയോയിലൂടെ കെയറിങ് കിട്ടാനായിട്ടാണ് നീ ഇടയ്ക്ക് പനിയാ ഞാൻ ബാക്കിയുള്ളവരെ കെയർ ചെയ്യുന്നുണ്ട്, തിരിച്ചവർ എന്നെ കെയർ ചെയ്യട്ടെ. ഞാൻ നിന്നെ കെയർ ചെയ്യുന്നില്ലേ? എനിക്ക് കെയറിങ് കിട്ടാൻ ഞാൻ ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ വരുന്നവരെ നീ വെയിറ്റ് ചെയ്യും. ആ പേരാണ് പറയണ്ടേ? പേരൊന്നും പറയൂല. ഈ ആപ്പാത്തെ ഇതിലേതൊക്കെയാ തെറ്റി ഏതൊക്കെയാ മറ്റേ ചെടി എന്ന് അറിയാവോ? ഓ അതാണ് നീ ആദ്യം തെറ്റി നിന്നിക്കൊണ്ടിരുന്നത്. ചിരിക്കണടാ. ഓ നീ അല്ലേ പറിച്ചോണ്ട് വന്നപ്പോൾ നീ തന്നെ കണ്ടുപിടിച്ചത്. ഇതിപ്പോൾ ഏത് കയറിയാലെന്താ, എല്ലാം തെറ്റിയല്ലേ, ഇവിടെ പറ്റി ചെയ്യടാ. അപ്പോൾ ഒന്നും അറിയാതാണ് ഈ പരിപാടിക്ക് ഇറങ്ങി. കർഷകരുണ്ടെന്നെ തെറി വിളിക്കരുത്, അതിനുള്ളത് പറഞ്ഞു തരണം എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തു. അപ്പോൾ പിന്നെ ആരും ഒന്നും പറയത്തില്ലല്ലോ, ഈ പാട്ടറിയാത്തൊരു പാടുന്നവരെ. ഞാനങ്ങനെ പല എക്സാമ്പിൾ ഇതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അതൊന്നും നീ കാര്യമാക്കരുത്. ഞാൻ പറയുന്നതേ കാര്യമാക്കരുതെന്നല്ലേ പറയാൻ പറ്റുന്നത്. എനിക്കറിയാം നിൻ്റെ അടുത്ത ഡയലോഗ് എന്താണെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാ നിനക്ക് നല്ലത്, നീ ഒന്നും പറയരുത്, നിന്നെ വധിക്കും ഞാൻ. മാവലയോ? കൂടുതൽ ഡയലോഗ് അടിക്കാതെ സെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട്സ് അല്ല ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ പേര് മെൻഷൻ ചെയ്യണോ? അവർക്ക് ഇതുപോലെ വലിയ ഗാർഡൻസ് ഒക്കെ ഉണ്ടല്ലേ? പറഞ്ഞാലും അവിടെ ആദ്യം നോക്കുന്ന ചെടി, അടുക്കള, ഇതൊക്കെയാണ്. അവിടെ ചെന്ന് ചെടികൾ കണ്ടു പറിച്ചു തരാൻ പറഞ്ഞു. ചെടികൾ കണ്ടു, ചോദിച്ചു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു ഗോപാലൻ. അതാ ഇവിടെ ഏറ്റവും കൂടുതൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന അമ്മും ഞങ്ങളുടെ അമ്മയാണ്. പക്ഷെ അവരാരും ഈ ചെടി നോക്കാൻ വിടില്ല. ഞങ്ങൾ വേണം ഇതെല്ലാം സംരക്ഷിക്കാൻ. ഞങ്ങൾ ഡ്യൂട്ടി ആയിപ്പോയി എന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യും, നല്ല മനസ്സോടു കൂടി തന്നെ ചെയ്യും. ഇല്ലേ? പറഞ്ഞു കൊടുക്കണം. ഇപ്പം ഇഷ്ടമാണെന്നാണ് പറയുന്നത്. മത ഇവൻ നോക്കുന്നൊരു ചെടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു താമരയായിരുന്നു, അതിൻ്റെ കോലം കണ്ടോ? ഇത് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഇതിലും അടിപൊളിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് അവൻ പറഞ്ഞു ഇനി നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ഈ താമര. ഇപ്പോൾ അതിൻ്റെ കോലം കണ്ടോ, ഒരു താമരയുടെ മൊട്ടുമില്ല. ആ ഇലയുടെയൊക്കെ അവസ്ഥ കണ്ടോ, പരിതാപകരം. നിന്നെ വധിക്കാൻ എനിക്കിത് മതിയടാ. നിൻ്റെ താമര നിനക്ക് താമര ഒരു മൊട്ടിനകത്ത് പേരിട്ടൊന്നുമല്ല വരുന്നത്. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പനിക്കൂർക്ക് എങ്ങനെ നടുന്നീ പറ. അത് കർഷകന്, നിനക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചത്? പനിക്കൂർക്കാ നിനക്കറിയാമെന്നല്ലേ പറഞ്ഞേക്ക്. ഡയലോഗ് അടിച്ചായിരുന്നല്ലോ, നമുക്ക് ചെയ്യണം. അത് വീഡിയോ ഇപ്പോൾ എല്ലാം പറഞ്ഞുതരായിരുന്നു. എനിക്കറിഞ്ഞൂടാ അതിനെപ്പറ്റി. ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് കുത്തി വെച്ചാലോ? വേറെ പനിക്കൂർക്ക എടുത്തോണ്ട് വരാം. എവിടെ നിന്ന്? എനിക്കറിഞ്ഞൂടാ. നീ എന്നാൽ രണ്ടായിട്ടം കുത്തി വെച്ചേര്. ബിജോങ്കിൾ പറഞ്ഞത് പൊട്ടിക്കിളിക്കൊന്നുണ്ടല്ലേ? എവിടെ നിന്ന് പൊട്ടിക്കിളിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കും. കറക്റ്റായിട്ടൊക്കെ ചെയ്യണേ. പിന്നെ അതിൻ്റെ ഒന്നും കാണുന്നില്ലല്ലോ. കാണിച്ചു തരാവടാ. അങ്ങനെ ചെടി നടിയിൽ കഴിഞ്ഞു. 4 തെറ്റിയും ഒരു പനിക്കൂർക്കയും. ഇനി അതുകൊണ്ട് സ്ഥാപിച്ചാൽ മാത്രം മതി. ഓ അങ്ങനെ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് നമ്മുടെ തിരുവല്ലയ്ക്ക് കൊണ്ടുവന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവല്ലയുടെ പ്രിയങ്കരനായ അനന്തു സുരേഷ് 4 തെറ്റിയും ഒരു പനിക്കൂർക്ക നട്ടിരിക്കുന്നു.
ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും കർഷക സ്ത്രീയാണോ? മതി. വരട്ടെ. നല്ല സ്ഥലം നോക്കി വെക്കണേ. 1 2 3 തെറ്റി. അപ്പോൾ 4 തെറ്റി. നെക്സ്റ്റ് പനിക്കൂർക്ക. ഓ കർഷക സ്ത്രീമാൻ അങ്ങനെ വിജയകരമായി ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഒരു ചടങ്ങ് ഉണ്ടല്ലോ. ആ ചടങ്ങിൻ്റെ ആ ചടങ്ങല്ല, ആ ചെടിയുടെ പേരെന്തോ? ചീരയോ? എന്തിത്? പ്രപഞ്ചൻ്റെ അമ്മ ഒന്നുമല്ലേ? അടുത്ത ഒരു ചടങ്ങുണ്ടല്ലോ, വെള്ളം ഒഴിക്കുക. കൺകളേതോ കാട് പാടപ്പോറെ. എന്നാൽ നിങ്ങൾക്കൊരു എന്താ അതിന് പറയുന്നത്, നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഈ ചെടി എന്താണെന്ന് പറഞ്ഞാൽ, എന്താണെന്ന് പറഞ്ഞാൽ ഒന്നും തരത്തൊന്നുമില്ല, അത് പറഞ്ഞു തന്നാൽ മതി. ഇത് റോസ ചെടി, ഞങ്ങളുടെ അമ്മയുടെ ഫ്ലിപ്കാർട്ട് റോസ. തമാശയായിരുന്നു. അപ്പോൾ ഹായ്, അങ്ങനെ വിജയകരമായി ഞങ്ങൾ ചെടി നടിയിലൊക്കെ കഴിഞ്ഞു. 4 തെറ്റിയും ഒരു റോസ അല്ലല്ലോ, ഒരു പനിക്കൂർക്ക. അത് പ്രത്യേകം എടുത്ത് പറയണം. 4 തെറ്റിയും ഒരു പനിക്കൂർക്കം പ്രത്യേകം എടുത്തെടുത്ത് പറയേണ്ട സാധനം. അതുകൊണ്ട് അത് മിസ്സാക്കരുത്. അതൊന്നുമല്ല, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഓ വെറുതെ 2 ദിവസം കഴിഞ്ഞൊന്നും വീഡിയോ ഒന്നും ഇടുന്നില്ല. ഈ ചെടി ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവിടെ തന്നെ കാണും. അതല്ല, ഇത് കരിഞ്ഞു പോയില്ലെന്ന് അറിയിക്കണ്ടേ? നമുക്ക് അടുത്ത ഏതേലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പെടണം. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ, കർഷക ശ്രീ അവാർഡ് വാങ്ങിക്കാൻ മാത്രം ചെയ്ത വീഡിയോ. നിങ്ങളൊന്ന് വൈറലാക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കർഷക ശ്രീ അവാർഡ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ ബൈ.